വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഭൂമിയുടെയും ലോകരാഷ്ട്രങ്ങളുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. ഫിലിപ്പീൻസ് തലസ്ഥാനമായ മനിലയിലുള്ള ക്യൂസൻ സിറ്റി ജയിലിനെ ഭൂമിയിലെ നരകമെന്ന് വിളിച്ചാൽ അതൊരിക്കലും അനുചിതമാകില്ല. വെറും 800 പേരെ പാർപ്പിക്കാൻ മാത്രം ശേഷിയുള്ള ജയിലിൽ നിലവിൽ ഇപ്പോൾ ഉള്ളത് 3800 പേരാണ്. അതിലൂടെ തന്നെ ഇതിനകത്തുള്ള തീരാ ദുരിതങ്ങൾ നമുക്ക് അനായാസം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒന്ന് കാല് നീട്ടി വയ്ക്കാൻ പോലും സ്ഥലമില്ലാത്ത ജയിലിൽ ഇല്ലാത്ത രോഗങ്ങളും കുറവാണ്. ഈ ജയിലിൽ കിടക്കേണ്ടി വരുന്നതിനേക്കാൾ ഭേദം തൂക്കിക്കൊല്ലുന്നതാണ് നല്ലതെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാനാവില്ല. ഇവർ കൂട്ടത്തോടെ കിടന്നുറങ്ങുന്ന പ്രദേശത്ത് ഇല്ലാത്ത മാലിന്യങ്ങളൊന്നുമില്ലെന്ന് കാണാം. ഭക്ഷണാവശിഷ്ടങ്ങളും ചത്ത പാറ്റുകളും മുറിച്ചിട്ട നഖത്തിന്റെ അവശിഷ്ടങ്ങളും എങ്ങും ചിതറിക്കിടക്കുന്നത് കാണാം. വേണ്ടത്ര വായുസഞ്ചാരത്തിന്റെയും വെള്ളത്തിന്റെയും കുറവ് കാരണം ജയിലിനകം ചുട്ടുനീറുന്നുണ്ട്. പര്യാപ്തവും ശുചിത്വവുമുള്ള ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടിയാണ് ഇവിടുത്തെ അന്തേവാസികൾ ഏറ്റവും അധികം ദാരിദ്ര്യം നേരിടുന്നത്. വൃത്തി എന്നത് ഇവിടേക്ക് എത്തി നോക്കാത്ത കാര്യമാണെന്ന് പറയേണ്ടതില്ല. 20 പേർക്ക് മാത്രമായി നിർമ്മിച്ചിരിക്കുന്ന സെല്ലുകളിൽ 160 മുതൽ 200 വരെ അന്തേവാസികളാണ് ഇന്ന് ഞെരുങ്ങി ശ്വാസം പോലും കഴിക്കാൻ പാടുപെട്ട് നാളുകൾ തള്ളി നീക്കുന്നത്. ചിലരാകട്ടെ ജയിലിനകത്തെ ഒരു ഓപ്പൺ എയർ ബാസ്കറ്റ്ബോൾ കോർട്ടിലാണ് അന്തിയുറങ്ങുന്നത്. അതിന്റെ പരുപരുത്ത സിമന്റ് നിലത്തും പടിക്കെട്ടുകളിലും കഷ്ടപ്പെട്ട് ഉറങ്ങാൻ ശ്രമിക്കുന്ന നിരവധി പേരെ കാണാം. 6 ദശാബ്ദങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഈ ജയിൽ ഇന്ന് പോരായ്മകളുടെ മറ്റൊരു പര്യായമാണ്. കുളിക്കൽ, ഭക്ഷണമുണ്ടാക്കൽ, ഭക്ഷണം കഴിക്കൽ, വ്യായാമം ചെയ്യൽ തുടങ്ങിയ ദൈനംദിന പ്രവൃത്തികൾ വളരെ പരിമിതവും ശുചിത്വവുമല്ലാത്ത സാഹചര്യത്തിൽ നിർവഹിക്കുന്ന നിരവധി പേരെ ഈ ജയിലിൽ കാണാം. നിയമപ്രകാരമുള്ള മഞ്ഞ ഷർട്ടുകളാണ് ജയിൽ പുള്ളികൾ ധരിക്കുന്നത്. ചെയ്യാത്ത കൊലപാതക കുറ്റത്തിന് ഈ ജയിലിൽ 7 വർഷത്തോളം കഴിയേണ്ടി വന്ന അന്തേവാസിയാണ് റേമുണ്ട് നരാഗ്. അദ്ദേഹം പുറത്തു വരുകയും പിന്നീട് US യൂണിവേഴ്സിറ്റിയിൽ നിന്നും ക്രിമിനൽ ജസ്റ്റിസിൽ പഠനം നടത്തുകയും ചെയ്തിരുന്നു. ഈ ജയിലിലെ തന്റെ അനുഭവങ്ങൾ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിരുന്നു. താൻ കിടന്നിരുന്ന സെല്ലിൽ മറ്റ് 30 പേർ കൂടി ഉണ്ടായിരുന്നുവെന്നാണ് നരാഗ് പറയുന്നത്. പലരും വേണ്ടത്ര വെള്ളമോ ആഹാരമോ ഇല്ലാതെയാണ് ഇവിടെ ജീവിച്ചിരുന്നത്. തന്റെ ജയിൽ അനുഭവങ്ങളെ കുറിച്ച് നരാഗ് ഫ്രീഡം ആൻഡ് ഡെത്ത് ഇൻസൈഡ് ദി ജയിൽ എന്നൊരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. ഏത് സമയവും മരണം കൂടെ ഉണ്ടാവുന്ന അവസ്ഥയായിരുന്നു തനിക്ക് ജയിലിനുള്ളിലെന്നാണ് നരാഗ് വിവരിക്കുന്നത്. സെല്ലിൽ കൂടെയുള്ളവർ വിശപ്പ് സഹിക്കാതെ തന്നെ കൊന്നു തിന്നുമോ എന്ന ഭയം അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടിയിരുന്നു എന്നും സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.